എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ജൂൺ മാസം ഈ ഒരു മാസം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനുള്ളത്? ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏത് ലെവൽ വരെ പോകാനുള്ള സാധ്യതയുണ്ട്? എന്തൊക്കെയാണ് ബുള്ളിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ? എന്തൊക്കെയാണ് ബെയറിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ? അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ജൂൺ മാസത്തെ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ മെയ് മാസം എന്ത് നടന്നു എന്ന് ക്വിക്കായിട്ടുള്ള ഒരു റീക്യാപ്പ് നമുക്ക് നോക്കാം. സോ മെയ് മാസം വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ബിറ്റ്കോയിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു മാസമായിരുന്നു അല്ലേ? ഓൾ ടൈം ഹൈയിലോട്ടെത്തി $1,11,980 ഇപ്പോൾ നിലവിൽ ബിറ്റ്കോയിൻ്റെ ഓൾ ടൈം ഹൈ. ഇന്ത്യൻ റുപ്പിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 95.8 ലക്ഷം രൂപയാണ് ബിറ്റ്കോയിൻ്റെ ഇപ്പോൾ നിലവിലെ ഓൾ ടൈം ഹൈ. വെറും 4,50,000 രൂപ കൂടി കൂടിയാൽ 1,00,00,000 എന്നുള്ള ഒരു ഹിസ്റ്റോറിക്കൽ മൈൽ സ്റ്റോണിലോട്ട് ബിറ്റ്കോയിൻ്റെ പ്രൈസ് എത്തുന്നതായിരിക്കും. അത് മാത്രമല്ല ബിറ്റ്കോയിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള മന്ത്ലി ക്ലോസ് ആണ് മെയ് മാസം ഉണ്ടാക്കിയിട്ടുള്ളത്. $1,04,591 ഇപ്പോൾ നിലവിൽ ബിറ്റ്കോയിൻ്റെ ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള മന്ത്ലി ക്ലോസ്. ബിറ്റ്കോയിൻ ഇടിഎഫുകളും മൈക്രോ സ്ട്രാറ്റജിയും ഈ ഒരു എൻറ്റിറ്റിയും കൂടി മെയ് മാസം വാങ്ങിയിരിക്കുന്നത് 77,057 ബിറ്റ്കോയിൻ ആണ്. പക്ഷേ അതേസമയം ടോട്ടൽ മൈൻ ചെയ്തിട്ടുള്ള ബിറ്റ്കോയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13,950 ബിറ്റ്കോയിൻ മാത്രമാണ്. അതായത് എത്ര ബിറ്റ്കോയിനുകളാണോ പുതുതായിട്ട് മൈൻ ചെയ്യുന്നത് അതിൻ്റെ 4.5 ഇരട്ടി ഡിമാൻഡാണ് മൈക്രോ സ്ട്രാറ്റജി എന്നുള്ള ഒരേ ഒരു കമ്പനിയിൽ നിന്നും യുഎസിലെ ഇടിഎഫുകളിൽ നിന്നും മാത്രം വരുന്ന ഒരു ഡിമാൻഡ്. അപ്പോൾ എത്രമാത്രം ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിമാൻഡാണ്, എത്രമാത്രം ഒരു കോർപ്പറേറ്റ് ട്രഷറി ഡിമാൻഡാണ് ബിറ്റ്കോയിനിലോട്ട് വരുന്നത് എന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ബിറ്റ്കോയിൻ ഇടിഎഫുകൾ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയ് മാസം $5.2 ബില്യൺ ഇൻഫ്ലോ ആണ് ബിറ്റ്കോയിനിലോട്ട് വന്നിരിക്കുന്നത്. അതിൽ തന്നെ മോർ ദാൻ 90% ബ്ലാക്ക് റോക്ക് എന്നുള്ള ഒറ്റ ഇടിഎഫുകളിലൂടെയാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു വലിയൊരു ന്യൂസ് എന്ന് പറയുന്നത് യുഎസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള കമ്പനി ട്രംപ് മീഡിയ ഏകദേശം $2.4 ബില്യൺ ആണ് റൈസ് ചെയ്തിരിക്കുന്നത് മൈക്രോ സ്ട്രാറ്റജിയെ പോലെ ഉള്ളൊരു ബിറ്റ്കോയിൻ ട്രഷറി അഡോപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. സോ ഒരു $2.4 ബില്യൺ $1.5 ബില്യൺ അവർ സ്റ്റോക്ക് സെല്ല് ചെയ്തിട്ടും $1 ബില്യൺ സീറോ കൂപ്പൺ കോർപ്പറേറ്റ് കൺവേർട്ടബിൾ ബോണ്ട് ഇഷ്യൂ ചെയ്തിട്ടാണ് ഈ ഒരു ഫണ്ട് റൈസ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു എമൗണ്ട് കൂടി ബൈ ചെയ്യുന്നതോട് കൂടിയിട്ട് ട്രംപിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ ഒരു കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ ബിറ്റ്കോയിൻ ട്രഷറി കമ്പനിയായിട്ട് മാറുന്നതായിരിക്കും. സോ ഒരു യുഎസ് പ്രസിഡന്റിൻ്റെ കമ്പനി തന്നെ ബിറ്റ്കോയിൻ വാങ്ങാൻ തുടങ്ങി എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. അത് മാത്രമല്ല നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരുപാട് വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റേബിൾ കോയിൻ ബില്ല് ജീനിയസ് ആക്ട് സെനറ്റ് വോട്ട് നല്ലൊരു ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാക്കിയിട്ടുണ്ട്. സോ ഇപ്പോൾ സെനറ്റ് ഫ്ലോറിലുള്ള ഡിബേറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരണം, എന്തൊക്കെ അമെൻമെൻറ്റ് കാര്യങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നതും. ഇനി ഫൈനൽ വോട്ട് ഏകദേശം ജൂൺ മാസത്തോടു കൂടി നടക്കും. അങ്ങനെ ആ ഒരു വോട്ടും പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓഗസ്റ്റോട് കൂടിയിട്ട് തന്നെ ഈ ഒരു സ്റ്റേബിൾ കോയിൻ ആക്ട് ഒരു ലോ ആക്കി പാസ്സാക്കാനുള്ള സാധ്യതയുണ്ട്. സോ സ്റ്റേബിൾ കോയിൻ ആക്ട് ബിറ്റ്കോയിൻ ആണെന്നുണ്ടെങ്കിലും ക്രിപ്റ്റോയ്ക്കാണെന്നുണ്ടെങ്കിലും വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു കാര്യമാണ് യുഎസ് ഡോളറിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ മെയ് മാസത്തെ ഇത്രയും വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നടന്നത്. അതേപോലെ തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ആണെന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് ഒരു 11% ആണ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോയത്. സോ നമ്മൾ കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് പറയുന്ന ഈ ഒരു ടാർഗറ്റ് അതേപോലെ മീറ്റ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ. നമ്മളൊരു ഏപ്രിൽ മാസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് $90,000 എത്തും എന്നായിരുന്നു. മെയ് മാസം പറഞ്ഞിട്ടുണ്ടായിരുന്നത് $100,000 എത്തും എന്നുള്ളതായിരുന്നു. സോ ബൈ ദി എൻഡ് ഓഫ് ജൂലൈയോട് കൂടിയിട്ട് തന്നെ നമ്മളൊരു $100,000 to $150,000 ടാർഗറ്റ് അച്ചീവ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലവിലുള്ള സ്റ്റാൻഡ് എന്ന് പറയുന്നതും. അതേപോലെ തന്നെ ബൈ ദി എൻഡ് ഓഫ് ഒക്ടോബറോട് കൂടിയിട്ട് തന്നെ ഈ ഒരു സൈക്കിൾ ടോപ്പിലോട്ട് എത്തും എന്ന് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് എക്സിറ്റ് സ്ട്രാറ്റജി വീഡിയോയിലും എല്ലാം നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞൊരു 2 ഹാൽവിംഗ് സൈക്കിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബൈ ദി എൻഡ് ഓഫ് ഒക്ടോബറോട് കൂടിയിട്ട് തന്നെ ഒരു സൈക്കിൾ ടോപ്പിലോട്ട് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയ് മാസം നടന്നിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ജൂൺ മാസം എന്താണ് അടുത്തത് നടക്കാനുള്ള സാധ്യത, എന്താണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് നമുക്ക് നോക്കാം. ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ മെയ് മാസത്തെയും പോലെ ജൂൺ മാസവും ഞാൻ വളരെ ബുള്ളിഷ് തന്നെയാണ്. കാരണം ഈ ഒരു ബുൾ മാർക്കറ്റ് ഇനിയും തീർന്നിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴുമുള്ള ഒരു എക്സ്പെക്റ്റേഷൻ. അതായത് നമ്മൾ ഈ ഒരു കഴിഞ്ഞ 2 ഹാൽവിംഗ് സൈക്കിളുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും നമുക്ക് മുന്നിൽ ഒരുപാട് മാസം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ബിറ്റ്കോയിൻ ഇത്രയും വലിയ രീതിയിൽ മുകളിലോട്ട് പോയിട്ട് ഒരു 3-5% ഒക്കെ താഴോട്ട് വരുമ്പോഴേക്കും ഈ ഒരു ബുൾ മാർക്കറ്റൊക്കെ തീർന്നു എന്ന് പറയാൻ ഇനിയും സമയമായിട്ടില്ല. സോ പല ആളുകളും എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരു കാര്യമാണ്. അതായത് ബിറ്റ്കോയിൻ ഒരു $2,000 $3,000 ഒന്ന് താഴോട്ട് വരുമ്പോഴേക്കും വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഈ ഒരു ബുൾ മാർക്കറ്റൊക്കെ കഴിഞ്ഞോ എന്ന് പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളോട് പറയാനുള്ളത് ഈ ഒരു ബുൾ മാർക്കറ്റ് ഇനിയും തീർന്നിട്ടില്ല. ബിറ്റ്കോയിൻ കഴിഞ്ഞ 2-3 സൈക്കിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഇനിയും ഒരുപാട് മുകളിലോട്ട് പോകാനുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം.
സോ ഈ ഒരു മാസം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏകദേശം ഒരു $124,000 അടുത്ത് എത്തും എന്ന് തന്നെയാണ് ബൈ ദി എൻഡ് ഓഫ് ജൂണോട് കൂടിയിട്ട്. അതേപോലെ തന്നെ ബൈ ദി എൻഡ് ഓഫ് ജൂലൈയോട് കൂടിയിട്ട് ബിറ്റ്കോയിൻ ഒരു 1,50,000 അടുത്ത് എത്താനുള്ള സാധ്യത നമുക്ക് മുന്നിലുണ്ട്. സോ ഇതിനായിട്ട് മെയിനായിട്ട് കുറച്ച് കാരണങ്ങൾ പറയാനുള്ളത്, ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ലോങ് ടേം ഹോൾഡേഴ്സ് അവർ സെല്ല് ചെയ്യുന്നില്ല, പകരം അവർ കൂടുതൽ വില കൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ലോങ് ടേം ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് 155 ദിവസത്തിന് മുകളിൽ ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്ന ആളുകളെയാണ് ലോങ് ടേം ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. സോ ഓൺ ചെയിൻ ഡേറ്റ അനാലിസിസ് ചെയ്യുന്ന ആളുകളെല്ലാം ഈ ഒരു ലോങ് ടേം ഹോൾഡേഴ്സിൻ്റെ ആക്ഷൻസ് അവർ സെല്ല് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും ബൈ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ലോങ് ടേം ഹോൾഡേഴ്സിൻ്റെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ 14 മില്യൺ ബിറ്റ്കോയിനിലോട്ട് എത്തിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ഒരു 2 മാസം കൊണ്ട് മാത്രം 1.43 മില്യൺ ബിറ്റ്കോയിൻ ആണ് അവർ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നോർമലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ ഒരു ഹയർ പ്രൈസിലോട്ട് പോകുന്ന സമയത്ത്, ഒരു ഓൾ ടൈം ഹൈയിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ലോങ് ടേം ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന ആളുകൾ വളരെ അഗ്രസീവായിട്ട് സെല്ല് ചെയ്യുകയും പ്രോഫിറ്റ് എടുക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ സെല്ല് ചെയ്യുന്നില്ല, പകരം ഹോൾഡ് ചെയ്യാണ്. അതിനർത്ഥം ബിറ്റ്കോയിൻ്റെ പ്രൈസ് അവർ ഇനിയും കൂടും എന്ന് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.43 മില്യൺ ബിറ്റ്കോയിനുകളാണ് മാർച്ചിന് ശേഷം അവർ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല കഴിഞ്ഞ 30 ദിവസത്തിൻ്റെ ഉള്ളിൽ ലോങ് ടേം ഹോൾഡേഴ്സ് വാങ്ങിയിരിക്കുന്നത് ഏകദേശം 9,37,000 ബിറ്റ്കോയിനുകളാണ്. സോ ലോങ് ടേം ഹോൾഡേഴ്സ് ഹോൾഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇനിയും മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല ഓവറോൾ അതായത് 155 ദിവസത്തിന് മുകളിൽ ഹോൾഡ് ചെയ്യുന്ന ടോട്ടൽ ബിറ്റ്കോയിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത് 70% എത്തിയിരിക്കുകയാണ്. അതായത് ഇതിൻ്റെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 74% ആണ്. സോ ലോങ് ടേം ഹോൾഡേഴ്സ് വളരെ ബുള്ളിഷ് ആണ് എന്നുള്ളതാണ് ഒന്നാമത്തെ റീസൺ. അടുത്തതായിട്ട് ടെക്നിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രഡീഷണൽ ഫൈനാൻഷ്യൽ മേഖലയിലൊക്കെ ഉള്ള ആളുകൾ മേജറായിട്ട് വാച്ച് ചെയ്യുന്ന ഒരു സിഗ്നലാണ് ഗോൾഡൻ ക്രോസ്. ഗോൾഡൻ ക്രോസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഷോർട്ട് ടേം മൂവിങ് ആവറേജ് ആയിട്ടുള്ള 50 ഡേ മൂവിങ് ആവറേജ് ലോങ് ടേം മൂവിങ് ആവറേജ് ആയിട്ടുള്ള 200 ഡേ മൂവിങ് ആവറേജിനെ താഴെ നിന്ന് ബ്രേക്ക് ചെയ്യുന്നതിനെയാണ് ഗോൾഡൻ ക്രോസ് എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിനെയാണ് ഡെത്ത് ക്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട് ടേം മൂവിങ് ആവറേജ് ലോങ് ടേം മൂവിങ് ആവറേജിന് ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് പറഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് എന്ന് പറയുന്നത് ബുള്ളിഷ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആവുന്നു എന്ന് പറയുമ്പോൾ അടുത്ത ഒരു ഷോർട്ട് ടേമിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് മോസ്റ്റ് റീസെൻറ്റ് ബിറ്റ്കോയിൻ ഗോൾഡൻ ക്രോസസ് ഹാവ് ട്രിഗേർഡ് മേജർ റാലീസ്. അതായത് 2020 ഉള്ള ഒരു ഗോൾഡൻ ക്രോസ് ഒക്കെ ഒരു ബുൾ ട്രാപ്പ് ആണ് എന്നുണ്ടെങ്കിലും റീസെൻ്റ് ആയിട്ടുള്ള ഗോൾഡൻ ക്രോസ് മേജർ ആയിട്ടുള്ള റാലി ട്രിഗർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ നമ്മൾ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതായത് ഇപ്പോൾ 2024 ഒക്ടോബറിലാണ് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഗോൾഡൻ ക്രോസ് ഉണ്ടായിട്ടുള്ളത്. അത് ഈ ഒരു മഞ്ഞ ലൈനാണ് ഷോർട്ട് ടേം മൂവിങ് ആവറേജ്, 50 ഡേ മൂവിങ് ആവറേജ്. ഗ്രീൻ ലൈനാണ് ലോങ് ടേം മൂവിങ് ആവറേജ്, 200 ഡേ മൂവിങ് ആവറേജ്. സോ നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. അതായത് ഈ ഒരു മഞ്ഞ ലൈന് ഗ്രീൻ ലൈനിന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ പിന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് തന്നെയാണ് ഒരു 2-3 മാസം അല്ല. സോ ഈ ഒരു എക്സാക്റ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 27 ഒക്ടോബർ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഗോൾഡൻ ക്രോസ് സംഭവിച്ചതിന് ശേഷം 1 മന്ത് ബിറ്റ്കോയിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് 49%ഉം 60 ഡേ റിട്ടേൺ 62% ആണ്. അത് ചെറിയ ഒരു ഗോൾഡൻ ക്രോസ് സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ട് ഒരു 1 വീക്ക് താഴോട്ട് വന്നതിന് ശേഷം പിന്നെ വലിയ രീതിയിലാണ് മുകളിലോട്ട് പോയത്. സോ ഇതേ ഒരു പ്രൈസ് ആക്ഷനാണ് നമുക്ക് ഇവിടെയും ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 22 മെയ്യിലാണ് ഈ ഒരു ഗോൾഡൻ ക്രോസ് വീണ്ടും സംഭവിച്ചിരിക്കുന്നത്. സോ എക്സാക്ട്ലി ഇതേപോലെ ഒരു ഷോർട്ട് ടേം ആയിട്ട് വീണ്ടും താഴോട്ട് വന്നിട്ട് ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബിഹേവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് അടുത്തൊരു 1 മന്ത് റിട്ടേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഒരു $153,000 വരെ ഗോൾഡൻ ക്രോസ് ഈ ഒരു സിഗ്നൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 62% ആണെന്നുണ്ടെങ്കിൽ വിത്തിൻ 2 മന്ത്സ് ജൂലൈയുടെ എൻഡോട് കൂടിയിട്ട് തന്നെ ഒരു $1,66,000 മുകളിൽ വരെ പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ഒരു കഴിഞ്ഞ ഗോൾഡൻ ക്രോസിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതിൻ്റെ മുന്നത്തെ രണ്ടാമത്തെ ഗോൾഡൻ ക്രോസ് എന്ന് പറയുന്നത് ഒക്ടോബർ 2023 സോ അവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ പ്രൈസ് വളരെ വലിയ രീതിയിലാണ് മുകളിലോട്ട് പോയിട്ടുള്ളത്. ഏകദേശം ഒരു വർഷത്തിൻ്റെ അടുത്ത് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ആയിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അതായത് ഒക്ടോബർ 29 2023 കഴിഞ്ഞിട്ട് വിത്തിൻ 30 ഡേയ്സിൻ്റെ ഉള്ളിൽ ബിറ്റ്കോയിൻ പ്രൈസ് 13% കൂടിയതും അതുപോലെ തന്നെ വിത്തിൻ 60 ഡേയ്സ് 31% ആണ്. അപ്പോൾ ഇതേ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും
ബിറ്റ്കോയിൻ്റെ പ്രൈസ് $1,16,000 ഈ ഒരു മാസം കൊണ്ടെത്തും. അടുത്ത ഒരു 60 ദിവസത്തിൻ്റെ ഉള്ളിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് $1,34,000 വരെ എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു 2 ഗോൾഡൻ ക്രോസിൻ്റെ ഹിസ്റ്റോറിക്കലിയുള്ള ഈ ഒരു കഴിഞ്ഞ 2 ഗോൾഡൻ ക്രോസിൻ്റെ ഒരു ആവറേജ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ബിറ്റ്കോയിൻ്റെ പ്രൈസ് വളരെ ഈസി ആയിട്ട് 1,24,000 അല്ലെങ്കിൽ 1,20,000 ഒക്കെ മുകളിൽ പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം ജൂൺ മാസം ഇനി നമുക്ക് മുന്നിൽ FOMC മീറ്റിംഗ് ഉണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളിൽ ഒന്നും കട്ട് ചെയ്യില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കുന്നത്. ഏകദേശം 98% ആളുകളും ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിംഗ് ഒന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് പോസിറ്റീവ് എന്ന് പറയാൻ കാരണം മാർക്കറ്റിന് എപ്പോഴും അൺസർട്ടനിറ്റി തീരെ ഇഷ്ടമല്ല. ഇത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമോ കുറയ്ക്കില്ലയോ, അല്ലെങ്കിൽ ഫെഡറൽ റിസർവ് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് ചെയ്യുമോ ചെയ്യില്ലയോ എന്നുള്ള ഒരു അൺസർട്ടൻ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആർക്കും ഇഷ്ടമല്ല, ഒരു മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്. പകരം ക്ലിയർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡേറ്റ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പകരം ഇതിപ്പോൾ ഒരു 50% ഒക്കെയാണ് പ്രോബബിലിറ്റി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾ അല്ലെങ്കിൽ ട്രേഡേഴ്സും ഈ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഈ ഒരു ഡിസിഷൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കും. മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോകാനും താഴോട്ട് വരാനാണ് എന്നുണ്ടെങ്കിലും സൈഡ് വൈസ് ആയിട്ടൊക്കെ നിൽക്കും. പക്ഷേ ഇത് ഓൾറെഡി മാർക്കറ്റിൽ റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ ആയത് കാരണം കൊണ്ട് തന്നെ കൂടുതലും ഇത്തരത്തിൽ മാർക്കറ്റ് ഇതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ബിറ്റ്കോയിൻ ജൂൺ മാസം ബുള്ളിഷ് ആണ് എന്നുണ്ടെങ്കിൽ അത് ത്രൂ ഔട്ട് ഈ ഒരു മാസം ബുള്ളിഷ് ആവാൻ തന്നെ ഉള്ള ഒരു സാധ്യതയാണ് നമുക്ക് മുന്നിലുള്ളത്. സോ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ജൂൺ മാസവും ഞാൻ വളരെ ബുള്ളിഷ് തന്നെയാണ്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് തന്നെ പോകും എന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഏകദേശം 1,20,000 അറ്റ്ലീസ്റ്റ് ഒരു 1,17,000 1,20,000 ആ ഒരു റേഞ്ചിലോട്ടെങ്കിലും ബിറ്റ്കോയിൻ്റെ പ്രൈസ് എത്താനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ പ്രൈസ് ടാർഗറ്റുകളും കാര്യങ്ങളെല്ലാം എന്നെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആയി എന്ന് വിശ്വസിക്കുന്നു. ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.